എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 20-ാം തീയതി വരെയാണ് നൽകാൻ സാധിക്കുക. ഇനി ഏകദേശം 2 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് മെയ് 18-ാം തീയതിയാണ്. ഇനി 19, 20 ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു, നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തന്നിട്ടുണ്ട്, എന്നാൽ പാസ്വേഡ് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയം. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് തന്നിട്ടില്ല, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയുടേതായാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേതായാലും പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഇവിടെ 2 ലോഗിനുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ലോഗിനാണ്, രണ്ടാമത്തേത് SWS സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള, അതായത് മെറിറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ MRS അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു മെറിറ്റ് സീറ്റിലേക്ക് നോക്കാം. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാം, അത് ലോഗിൻ ചെയ്യാനുള്ള ലിങ്കാണ്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തത് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റ് പാസ്വേഡ് റീസെറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് ഒരു കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും. ജസ്റ്റ് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സെൻഡ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക. അപ്പോൾ ആ ഒരു OTP നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ്, അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് എന്നിങ്ങനെയുള്ള ഒരു പേജ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ പുതിയ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു തവണ കൂടി ആ സെയിം പുതിയ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റായിട്ട് കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്കിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറാണ് മറന്നു പോയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഗെറ്റ് ആപ്ലിക്കേഷൻ നമ്പർ ഓർ യൂസർ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ, അതായത് ആ ഒരു പേജിലേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നൽകിയ SSLC സ്കീം, അതുപോലെ നിങ്ങൾ SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഏത് മാസമായിരുന്നോ നിങ്ങൾ പാസ്സായിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് ഇയറിലാണ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ വീണ്ടും ഒരു തവണ കൂടി മൊബൈൽ നമ്പർ നൽകിയ ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണ് അപേക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ക്യാപ്ച കൂടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു OTP നൽകിയ ശേഷം, അതായത് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് OTP ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന OTPs കൃത്യമായിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവറായിട്ട് അതായത് ആ ഒരു എന്നാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ